പാലക്കാട് എലപ്പുള്ളി പാഡിക്കോ അരിമല അടച്ചുപൂട്ടി. ജില്ലയിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നെല്ല് സംഭരിച്ച് അരിയാക്കുന്ന ഏക സ്ഥാപനമാണ് അടച്ചുപൂട്ടിയത്. CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും കാരണമാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം നിഷേധിച്ച ഭരണസമിതി രംഗത്തെത്തി. പാലക്കാട് ജില്ലയിലെ കർഷകരുടെ നെല്ല് സംഭരണത്തിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനുവേണ്ടി 2002 എലപ്പുള്ളി തേനാരിയിൽ പാഡിക്കോ പ്രവർത്തനം ആരംഭിച്ചത്. വ്യക്തികളിൽ നിന്നും 1.40 കോടി രൂപ ഓഹരി മൂലധനമായി സമാഹരിച്ചും സർക്കാർ ഓഹരി മൂലധനമായി നൽകിയ 2 കോടി രൂപയും ചേർത്ത് സഹകരണ മേഖലയുടെ നിയന്ത്രണത്തിലായിരുന്നു പാഡിക്കോയുടെ പ്രവർത്തനം. എന്നാൽ ഭരണസമിതിയുടെ അഴിമതി മൂലം പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്നാണ് ആരോപണം. സംഘത്തിന് 4,90,00,000 രൂപ ഗ്രാന്റായും 2 കോടി വായ്പയായും സർക്കാർ നൽകിയിരുന്നു. കേരള ബാങ്കിൽ നിന്ന് 6,35,00,000 രൂപ വായ്പയായും എടുത്തിരുന്നു. നവീകരണ പ്രവൃത്തികൾക്കായാണ് ഈ ധനസഹായം വാങ്ങിയതെങ്കിലും ഭരണസമിതിയുടെ വൻ അഴിമതി മൂലം 1.5 കോടി സ്ഥിര നിക്ഷേപമുള്ള പാഡിക്കോ 21.11 കോടി രൂപയിലേറെ നഷ്ടത്തിലായി ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്നും പാഡിക്കോ സംരക്ഷണ സമിതി ആരോപിച്ചു. എന്നാൽ ഭരണസമിതി അഴിമതി ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തി. സപ്ലൈകോ 2022 വരെ നമുക്ക് 100 കിലോ നെല്ലെടുത്ത 64.5 കിലോ അരി കൊടുത്താൽ മതി. കേരളത്തെ സാഹചര്യത്തിൽ ആ നെല്ലിൻ്റെ അവിട്ടം എന്ന് പറയുന്നത് 62 മുതൽ 65 വരെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് സർക്കാർ 64.5 നിശ്ചയിച്ച് വന്നു. എന്നാൽ ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2022 ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, അത് 68% അരി കൊടുക്കണമെന്ന് വിധിച്ചു. അതിനുശേഷമാണ് ഒരു ദിവസം പാഡിക്കോൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പാഡിക്കോ വർക്ക് ചെയ്യണമെങ്കിൽ 45,000 രൂപയുടെ അധിക ബാധ്യത സപ്ലൈകോന് കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. അത് 2022 മുതൽ സപ്ലൈകോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഈ സ്ഥലം ഏറ്റെടുക്കാനും മെഷീനറി എടുക്കാനും ഒക്കെ കൂടി വേണ്ടി അന്ന് പിരിച്ച പൈസ എന്ന് പറയുന്നത് 33 ലക്ഷം അന്ന് ഓഹരിയായി കിട്ടിയത് വ്യക്തികളിൽ നിന്നും എല്ലാം ബാങ്കുകളിൽ നിന്നും കിട്ടിയത് 33 ലക്ഷമാണ്. സർക്കാരിൻ്റെ നിന്ന് 2 കോടി രൂപ നമുക്കന്ന് GSP ആയിട്ട് കിട്ടി. പക്ഷെ അത് GSP ആയിട്ട് കിട്ടുന്ന സമയത്ത് ചില സാങ്കേതിക പ്രശ്നം കാരണം 2000 കിട്ടേണ്ടത് 2004 വരേക്കും അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കിട്ടാൻ വൈകി. അപ്പോൾ ഇത് സ്ഥലം ഏറ്റെടുക്കലും മെഷീനറി വാങ്ങിക്കലും ബിൽഡിംഗ് കെട്ടലുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർ വന്നു. അപ്പോൾ അന്നത്തെ ജില്ലാ ബാങ്കായ കേരള ബാങ്കിൻ്റെ അടുത്ത് 2 കോടി രൂപ 2000 വായ്പ എടുത്തു. നമ്മൾ പ്രവർത്തനം തുടങ്ങിയത് 2004. 2004 ആകുമ്പോഴേക്കും ഈ 2 കോടി രൂപ അന്ന് 14% പലിശയാണ്. അത് 4 കോടിയായി വർദ്ധിച്ചു. ആ തുടക്കമുള്ള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു വർഷം നമ്മളിപ്പോൾ കേരള ബാങ്കിൽ പലിശ അടയ്ക്കുന്നത് മാത്രം 70 ലക്ഷം to 75 ലക്ഷം രൂപ ഒരു വർഷം പലിശ ഇനത്തിൽ മാത്രം നമ്മൾ കേരള ബാങ്കിൽ അടയ്ക്കണം. ജില്ലയിൽ നേരത്തെ ആലത്തൂർ, കാവശ്ശേരി, കണ്ണമ്പറ എന്നിവിടങ്ങളിലും സർക്കാരിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരണത്തിനായി കോടികൾ ചെലവഴിച്ചാരംഭിച്ച മില്ലുകളുടെ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.